കൊടുത്ത ദൈവമക്കളായ ഒരു കൂട്ടം ദൈവദാസന്മാരും സഭാവിശ്വാസ മക്കളും ചേർന്ന് നേരത്തെ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആഗ്രഹിക്കുകയും ചെയ്ത പ്രകാരം ഇന്ന് ഈ സായാഹ്ന സമയത്ത് ഈ ദേശത്തോട് മാറ്റമില്ലാത്ത സത്യസുവിശേഷം അറിയിപ്പാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ എവിടെ തിരിഞ്ഞാലും ഒരേ ഒരു ശബ്ദം മുൻപിൽ നിൽക്കുന്നു. രാത്രിയെന്നില്ല, പകലെന്നില്ല, ഏത് മാധ്യമങ്ങളിൽ, ഏത് പത്രവാർത്ത, ഏത് ഭാഗത്ത് നോക്കിയാലും, ഏത് ന്യൂസ് കേട്ടാലും അവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു നാമമാണ് യേശുവിന്റെ നാമം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ, ഈ 21-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിന്റെ ഈ ആരംഭ സമയങ്ങളിൽ ഈ നാമത്തിന് എന്താണ് പ്രശസ്തിയുള്ളതാമേ? ലോകത്തിൽ അനേക ആയിരക്കണക്കിന് നാമങ്ങൾ ഈ ലോകത്തിലുണ്ടാമേൻ. മറ്റൊരു നാമവും ഇങ്ങനെ പ്രഘോഷിക്കപ്പെടുന്നില്ല. പക്ഷെ യേശുവിന്റെ നാമം മാത്രം രാപകൽ ആമേൻ അത് പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ആമേൻ. അപ്പൊ എന്തെങ്കിലും പ്രത്യേകത അതിനെ കാണാതിരിക്കത്തില്ല എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ആമേൻ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ലോകത്തിനെ 30 കോടി നാമം വന്നിരുന്നാലും അതിന്റെ മുകളിലാണ് യേശുവിന്റെ നാമം എന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അത് നിവൃത്തി പദത്തിൽ വന്നേ മതിയാവൂ. അതാണ് എവിടെ നോക്കിയാലും യേശുവിന്റെ നാമം ഉയർന്നുകൊണ്ടിരിക്കുന്ന ആമേ. അപ്പോ ഇനി ചോദിക്കും, ആ യേശുവിന് എന്താ പ്രത്യേകത? യേശു നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു ആമേൻ, അതേ സമയത്ത് ദൈവവുമായിരുന്നു ആമേൻ. ഒരേപോലെ മനുഷ്യന്റെ പൂർണ്ണ രൂപവും ഒരേപോലെ ദൈവികത്വത്തിനുണ്ടായ പൂർണ്ണരൂപവും ആയിരുന്ന ഒരു വ്യക്തിത്വമാണ് കർത്താവായ യേശു. ഇനി കുറച്ചുകൂടി ചിന്തിക്കേണ്ട കാര്യം, ഇന്ന് ലോകത്തിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ടാമേൻ. ഇന്നും പ്രസ്സുകളിൽ അടിച്ചു തീരാത്തൊരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം അമ്മേൻ. ഈ ലോകത്തിന് ബൈബിൾ ചരിത്രം പഠിപ്പിക്കുന്നത് 6000 വർഷത്തിന്റെ പഴക്കമുണ്ടെന്നാണ് ഒരു ഭാഗത്ത് പഠിപ്പിക്കുന്ന അമ്മേ. എന്നാൽ യേശുവിനെ കുറിച്ച് യേശു ജനിക്കുന്നതിന് മുമ്പേ യേശു വരുമെന്ന് തിരുവെഴുത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. യേശു വരുമെന്നും യേശു ഇന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ ഇന്ന സ്ഥലത്ത് തന്നെ യേശു ജനിക്കുമെന്നും ഇന്ന സ്ഥലത്ത് തന്നെ യേശു മരിക്കുമെന്നും യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും യേശു ആ സ്വർഗത്തിലേക്ക് കയറിപ്പോകുമെന്നും യേശു വീണ്ടും വരുമെന്നും ഒക്കെ വളരെ നന്നായി വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ആമേ. അതുകൊണ്ടാണ് ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും യേശുവിനെ അംഗീകരിക്കുവാൻ പറ്റത്തില്ല. എല്ലാവർക്കും അംഗീകരിച്ച് പറ്റത്തുള്ളൂ ആമേ. ഞാൻ യേശുവിന് പ്രത്യേകത പറഞ്ഞു. 6000 വർഷങ്ങൾക്ക് മുമ്പേ, ലോക സ്ഥാപനത്തിനു മുമ്പേ ആമേ, ഭൂമിയിൽ മനുഷ്യനുണ്ടാകുമ്പോ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ 3:15 എഴുതിയിരിക്കുന്നു, സ്ത്രീയുടെ സന്തതി. അന്നേ നോക്കണമേ, 1-ാമത്തെ പുസ്തകത്തിൽ ഈ യേശു വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, സ്ത്രീയുടെ സന്തതി. ആ സ്ത്രീയുടെ സന്തതി ഇന്നേക്ക് ഈ ലോകത്തിൽ വന്നിട്ട് ആമേൻ കർത്താവിന്റെ ദൗത്യം തീർത്തു, മരിച്ചു അടക്കപ്പെട്ട് ആമേ പിതാവിന്റെ അടുക്കലേക്ക് ഉയർത്തെഴുന്നേറ്റ് എന്നും കർത്താവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ആമേൻ. എന്നാൽ ആ കർത്താവ് ഇങ്ങനെ വരുമെന്നും ഇങ്ങനെ ആയിരിക്കുമെന്നും വളരെ വ്യക്തമായി പുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആമേൻ. എന്നാൽ ഇനിയൊരു പ്രത്യേകത, എന്നാൽ ഞാൻ പറഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ വരുമെന്നും ജനിക്കുന്നതിന് മുമ്പേ ഇന്ന പേരോടി വരുമെന്നും ജനിച്ചതിന് ശേഷം എത്ര വർഷക്കാലം ഭൂമിയിൽ ആയിരിക്കുമെന്നും എങ്ങനെ ആയിരിക്കുമെന്നും വളരെ വ്യക്തമായി യേശുവെ കുറിച്ച് വരച്ച് നമുക്ക് തെളിയിച്ചു തന്നിരിക്കുന്ന ആമേൻ. അതുകൊണ്ട് നമുക്ക്
അംഗീകരിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമാണ് കർത്താവായ യേശുവിനെ. ആമേൻ. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ യേശു ആമേൻ ലോകത്ത് വന്നത് തന്നെ ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ലോകത്തിലേക്ക് യേശു വന്നത്. ആമേൻ. നമുക്കറിയാം, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് പാപമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞുകൊണ്ട് ആമേൻ കർത്താവിന്റെ അടുക്കലേക്ക് വരികയാണെങ്കിൽ 100 പാപം ദൈവം വെളിപ്പെടുത്തും. ആമേൻ. അതൊരു വചനം പറയുന്നു, നീതിമാൻ ഒരുവൻ പോലും ഇല്ല, എല്ലാവരും പാപം ചെയ്തു. ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് മനുഷ്യവർഗം മുഴുവൻ എത്തി. എന്നാൽ കൃപയാൽ മനുഷ്യനെ സൃഷ്ടിച്ച പിതാവാം ദൈവം ഒരു തീരുമാനമെടുത്തു. ആമേൻ. ഈ മനുഷ്യനെ ഇങ്ങനെ വിട്ടേച്ച പറ്റത്തില്ല, ഇവനെ സിട്ടാങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ പിതാവായ ദൈവം ഒരു പദ്ധതി ഒരുക്കിയതാണ്. തന്റെ ഏകപുത്രനായ കർത്താവായ യേശുവിനെ ഭൂമിയിലേക്ക് നൽകുക എന്നുള്ളതാമേ. ഇതൊക്കെ ഒരു കെട്ടുകഥയല്ല, ഇതിനൊക്കെ മുഴുവൻ എവിഡൻസുകൾ ആമേൻ ഇന്ന് ഈ ചരിത്ര ഈ ലോകത്തിലുണ്ട്. നമ്മൾ ഗൂഗിൾ പരിശോധിക്കുമ്പോൾ അറിയാം, അനേകായിരം തെളിവുകൾ ഈ ലോകത്തുണ്ടാമേ. യേശു വന്നതും യേശു 33 വർഷക്കാലം ജീവിച്ചിരുന്നതും കാൽവരി ക്രൂശിൽ അവൻ മരിച്ചു അടക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും ആ കർത്താവിനെ അടക്കം ചെയ്ത കല്ലറ ഇന്ന് തുറന്നു കിടപ്പുണ്ടാമേൻ. അതുകൊണ്ട് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കർത്താവ് യേശു പറഞ്ഞാമേൻ. എന്നാൽ യേശുവിനെ പിതാവ് ഭൂമിയുടെ അയച്ചിട്ട് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പാപത്തിലായിരിക്കുന്ന മനുഷ്യനെ ഈ പിതാവ് ദൈവത്തിന്റെ അടുക്കലേക്ക് മടക്കി കൊണ്ടുവരണം. അതിന് എന്തെങ്കിലും ഈ ലോകത്തിലെ അസറ്റുകൾ കൊടുത്താൽ പറ്റത്തില്ല, നന്മകൾ കൊടുത്താൽ പറ്റത്തില്ല. പാപം ചെയ്ത മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബലി കൊടുത്താൽ പറ്റത്തില്ല, മൃഗങ്ങളെ ബലി കൊടുത്താൽ പറ്റത്തില്ല, അതിനൊന്നും സാധിക്കത്തില്ല. ആമേൻ. എന്നാൽ ദൈവം തന്റെ ഓമനപുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് പിതാവിന് തെറ്റിപ്പോയ സകല മനുഷ്യരെയും പിതാവിലേക്ക് മടക്കി വരുത്തുവാൻ സ്വപുത്രന് ഒരു മടി കൂടാതെ നിന്ന ആ പിതാവായ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആ പിതാവിന്റെ വലിയ സ്നേഹം, അങ്ങനെ ഒരു പദ്ധതി പിതാവിന്റെ മനസ്സിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? പിശാചുക്കളുടെ കൂട്ടമുള്ള ജീവിതം, നരകതുല്യമായ ജീവിതം, സമാധാനമില്ലാത്ത ജീവിതം, പ്രത്യാശയില്ലാത്ത ജീവിതം, ആകപ്പാടൊരു നരകതുല്യമായിരുന്നു. ആമേൻ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും നഷ്ടപ്പെട്ട് കൈവിടപ്പെട്ടു പോയ തന്റെ സൃഷ്ടിയായ മനുഷ്യനെ പിതാവിലേക്ക് മടക്കി വരുത്തുവാൻ തന്റെ ഓമനപുത്രനായ യേശുവിനെ 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് പിതാവ് അയച്ചു. ആമേൻ. എന്നാൽ ആ കർത്താവ് 33.5 വയസ്സുള്ളവനായി ഭൂമിയിൽ ജീവിച്ചു. 30 വയസ്സുവരെ ആമേ ജോസേഫിനും മറിയയ്ക്കും ഒരപ്പനെന്നത് അമ്മ നിലയിൽ ഭവനത്തിനകത്തു ആമേന് വളരെ സൗമ്യനായി ആമേ അച്ചടക്കത്തോടുകൂടി പിതാവിന്റെ അനുസരണത്തില് ഭവനത്തിലായിരുന്നു. 30ാമത്തെ വയസ്സ് യേശുവിന് തികഞ്ഞപ്പോൾ, പിതാവിന്റെ സമയമായപ്പോൾ യേശു സ്വഭവനത്തിൽ നിന്ന് പുറത്തു വന്നാമേൻ. അങ്ങനെ സ്നാനയോന്റെ കീഴിൽ യോർദാൻ നദിയിൽ യേശു ക്രിസ്തു സ്നാനപ്പെട്ടു. പിന്നെ കർത്താവിന്റെ 3.5 വർഷക്കാലമുള്ള മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ചാമേ. ആ 3.5 വർഷക്കാലം കൊണ്ട് 33,000 കോടി വർഷത്തിന്റെ കാര്യങ്ങൾ എന്റെ കർത്താവ് ചെയ്തു തീർത്താമേ. അന്ന് കർത്താവ് ചെയ്ത് തീർക്കാൻ കഴിയാത്ത ഭൗതികമായ സകല വിഷയങ്ങളെയും കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്താമേൻ. ആ കാര്യങ്ങൾ ഇന്ന് തന്റെ ശിഷ്യന്മാർ ഈ ലോകത്തിന്റെ സകല വൻകരകളിലും ഇന്നും കർത്താവിന്റെ ആത്മാവില് രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, അമ്മയെ പ്രതിസന്ധികളെ മാറ്റുന്നു. അങ്ങനെ പലവിധമായ അത്ഭുതങ്ങൾ ഇന്നും തന്നെ ശിഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ. അതുകൊണ്ട് യേശു ആരംഭിച്ച പ്രവർത്തനം അത് ഇന്നും നിന്നുപോയിട്ടില്ല, ഇന്നും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്ന അമ്മ. എന്നാൽ 33 വയസ്സ് കഴിഞ്ഞപ്പോൾ സകല മനുഷ്യന്റെ പാപങ്ങളെ യേശു ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ ആമേൻ യേശു മരിക്കുവാനിടയുണ്ടായ ആമേൻ. അത് ശ്രദ്ധിക്കണം, ക്രൂശ് അല്ല പാപത്തിന് ചുമന്നത്, ക്രൂസ് അല്ല, ആ കാണുന്ന ക്രോസ് അല്ല പാപത്തിനെ ഏറ്റെടുത്തത്, യേശുവാണ് പാപത്തിനെ ഏറ്റെടുത്തത്. ആമേൻ.
യേശുവാണ് മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുത്തത്. യേശുവാണ് മനുഷ്യന്റെ ശാപത്തെ ഏറ്റെടുത്തത്. അതുകൊണ്ട് ക്രൂസിനെ ഒരിക്കലും നമുക്ക് ആരാധിക്കാൻ വ്യവസ്ഥയില്ല. ആരാണ് നമ്മുടെ പാപത്തിനെ ഏറ്റെടുത്തത്? നമ്മുടെ ശാപത്തിന് ആരാ ഏറ്റെടുത്തത്? അവനെയാണ് ആരാധിക്കാൻ വ്യവസ്ഥയുള്ളത്. അതാണ് നസ്രായനായ യേശു ക്രിസ്തു. ആമേൻ. പക്ഷെ പലർക്കും അറിവില്ല. ആമേൻ. എന്നാൽ ആ അറിവ് ഞങ്ങൾക്ക് തന്നത് കൊണ്ടാണ് പാരമ്പര്യങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ക്രൂസിനെ യേശു ക്രിസ്തു കിടന്നായ ആ ക്രോസിനെ ഞങ്ങൾ ആരാധിക്കാതെ അതിൽ കിടന്ന് പിടഞ്ഞു മരിച്ച യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്ന. ആമേൻ. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി പറയുന്ന. ആമേൻ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എന്താണ് സുവിശേഷം? ദാവീദിന്റെ പുത്രനായി എന്ന് പറയുമ്പോൾ ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച ദൈവത്തിന്റെ പുത്രൻ. ആമേൻ. ആ യേശു പുത്രനായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവാകുന്ന സുവിശേഷം. ഇനി ഈ സുവിശേഷം അറിയിച്ചിട്ട് കാര്യമില്ല. ആരെങ്കിലും ഈ സുവിശേഷം കേട്ട് സത്യമെന്ന് മനസ്സിലാക്കി അതിൽ ഫെയ്ത്ത് വിശ്വസിക്കുമ്പോഴാണ് അവന്റെ പാപങ്ങളെ ക്ഷമിക്കപ്പെടുന്നത്. ആമേൻ. പിന്നെ അവനെ കർത്താവ് ഏറ്റെടുക്കുന്ന. ആമേൻ. ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ആമേൻ. ഇതിനു വേണ്ടി മറ്റൊന്നും ഭൗതികമായ ഒരു വസ്തുക്കളും കൊടുക്കണ്ട, മറ്റൊരു അസലും ചോദിക്കുന്നില്ല, നേർച്ചയും കാഴ്ചയുടെ ആവശ്യമില്ല. ഒരു സമർപ്പണമാണ് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഈ ദേശത്ത്. ആമേൻ. ആരെങ്കിലും ശരിയായ വണ്ണം ഈ സത്യം അറിയാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന ജീവിതമേ വിളിച്ചു പറയട്ടെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ പാപം ചെയ്തത് ആ തടി കുരിശല്ല, എന്റെ പാപത്തിന് ഏറ്റെടുത്തത് അതിൽ കിടന്നു പിടഞ്ഞു മരിച്ച യേശുവാണെന്നുള്ള സത്യം ഇന്നാണ് ഞാൻ അറിയുന്നെന്ന് മനസ്സിലാക്കി നമുക്ക് ആ ക്രിസ്തു വിശ്വസിക്കുവാനും നിങ്ങൾ ആരെങ്കിലും തയ്യാറെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുന്ന ആ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് യേശുവേ ഞാനത് വിശ്വസിക്കുന്നു, എന്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ വിശ്വാസത്തിന് മേൽ ദൈവത്തിന്റെ രക്ഷ നിങ്ങളുടെ മേൽ വരും. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഈ ദേശത്ത് ആ സത്യസുവിശേഷം അറിയാതെ, ഏറ്റെടുക്കാതെ, അംഗീകരിക്കാതെ ഇന്നും അമ്മേ പാപത്തിന്റെ അവസ്ഥയിലിരുന്ന് പിശാചിന്റെ സ്വാധീനത്തിലിരുന്നുകൊണ്ട് നരകത്തിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആത്മാക്കൾ ഈ ദേശത്തുണ്ടാമേ. എന്നാൽ ആ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാൻ സർവകൃപാലുവായ പിതാവായ ദൈവം ഇന്ന് ദേശത്തോട് മനസ്സറിയുന്നു. ഇത് സുപ്രധാന കാലമത്രേ. ഈ സന്ദർഭം ഒരുപക്ഷെ നാളെ കിട്ടിയെന്ന് വരച്ചില്ല. ഏറ്റെടുത്താട്ടെ. യേശുവാണ് നമ്മുടെ ലോക രക്ഷകൻ. യേശുവാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തവൻ. അവൻ വിശ്വസിക്കുന്ന സകല മനുഷ്യരെ രക്ഷിപ്പാൻ യേശു പ്രാപ്തനത്രേ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ദേശം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ ഈ ദേശത്തേക്ക് അയച്ചു. ഞങ്ങളുടെ സന്ദേശം ഇതാണ്: കാലം തികഞ്ഞു, ഈ ലോകത്തിന് ഒരു അവസാനമുണ്ടാമേ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക് ഒരു അവസാനമുണ്ട്. അതുകൊണ്ട് ഈ അവസാനം വരുന്നതിന് മുൻപേ, അവസാനം വന്ന് നമ്മളെ ഒരു വല്ലാത്ത കെടുതിയിൽ നാം പോകുന്നതിന് മുമ്പേ ഒരു നിത്യരക്ഷയ്ക്കുടെ സന്ദേശം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്ന. ആമേൻ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനങ്ങൾ അധികം നമ്മുടെ ധാരാളം എനിക്ക് ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.